ഐ ആം എ ബൈനോമിസ്റ്റ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നതായി കേട്ടിട്ടുണ്ടോ? ചില ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ചില ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഇത് പറയാൻ വേണ്ടി അവർക്ക് കാശ് കിട്ടും. കാശ് കിട്ടുന്നത് പോട്ടെ, പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷേ ഇവർ അറിയാണ്ട് പ്രൊമോട്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു വേൾഡ് ക്ലാസ് സ്കാമറാണ്. ഫിലിം സ്റ്റാർസ്, ആക്ടേഴ്സ് കുറെ പേര് ഇതുപോലത്തെ ഗെയിമിങ്ങും ബെറ്റിംഗ് ആപ്പുകളിൽ ഒക്ടാഫിക്സ്, ബിനോമോ, ഒളിംട്രേഡ് പോലത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതും എന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ പെയ്ഡ് പ്രൊമോഷൻ. പക്ഷേ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് പാർട്ട് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അവര് വെറും പ്രൊമോഷൻ മാത്രമല്ല, ആൾക്കാരെ കൊണ്ട് കാശ് ലൈവായിട്ട് കളയിപ്പിക്കുന്നതും കൂടി ഉണ്ട്. സോ ഇതാണ് ഈ ഒരു സെഷനിലെ നമ്മുടെ ടോപ്പിക്. ഇവർ ചെയ്യുന്ന സ്കാം എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്റെ പേര് ആരിഫ് പുള്ളാട്ട്. വെൽക്കം ടു അനദർ സെഷൻ. ഈ കമ്പനീസിന്റെ മോഡൽ നിങ്ങൾ ഒരിക്കലും കാശ് ഉണ്ടാക്കില്ല എന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയെന്നല്ലേ, ഫോറക്സ് ട്രേഡിംഗ്, ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, USD INR എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൽ നിങ്ങൾ ലൈവായിട്ട് ട്രേഡ് ചെയ്യാണ് ഇവരുടെ ആപ്പിലൂടെ. അപ്പൊ ആകെ ചെയ്യേണ്ടത് അടുത്ത 60 സെക്കൻഡിൽ ഈ ഇൻസ്ട്രുമെന്റ് മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ എന്ന് സ്പെക്യുലേറ്റ് ചെയ്യണം. മേലേക്ക് പോകുന്നതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ മേലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ബെറ്റ് കറക്റ്റ് ആണെങ്കിൽ 80% പ്രോഫിറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ, 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 150 രൂപ കയ്യിൽ വരും. അഥവാ നിങ്ങൾ ചെയ്ത പ്രഡിക്ഷൻ തെറ്റായി കഴിഞ്ഞാൽ ആ 100 രൂപയും പോകും. സിമ്പിൾ. ലെജിറ്റ് മാർക്കറ്റിലെ ട്രേഡിംഗ് ഇങ്ങനെ ഒന്നുമല്ല നടക്കുന്നത്. ഇത് ആക്ച്വലി ഗാംബിളിനേക്കാളും പത്തറ്റിക് ആണ്. കാരണം ഗാംബ്ലിംഗിൽ, കസീനോയിൽ പോലും 5% മാത്രമേ ഹൗസിന് ഉണ്ടാവുള്ളൂ. ബാക്കി ഫുള്ള് വിന്നേഴ്സിനും ലൂസേഴ്സിനും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യാം. ഇവിടെ 20% വെച്ചാണ് എഡ്ജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇൻ ദി ലോങ് ടേം ഓൾവേസ് ദി ഹൗസ് വിൻസ്. ഈ മോഡല് നിങ്ങളെ കൊണ്ട് മാക്സിമം ലോസ് ചെയ്യിപ്പിക്കേ ചെയ്യുള്ളൂ. എന്നിട്ടും അവർ ഭയങ്കര ലെജിറ്റാന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ആഡ്സ് റൺ ചെയ്ത് ഭയങ്കര കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ പാർട്ട് എന്താണെന്നല്ല, ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഏറ്റവും പത്തറ്റിക് പാർട്ട് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസേഴ്സിന്റെ വഴി പ്രൊമോട്ട് ചെയ്യാൻ ഇവരെ കയ്യിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, പ്രോപ്പർ പെയ്ഡ് പ്രൊമോഷൻ, അതായത് മോനെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി നിനക്ക് ഇത്ര കാശ് തരും, ഈ ആപ്പ് പൊളിയാന്ന് റെക്കമെൻഡ് ചെയ്യുക. അതിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ജസ്റ്റ് ആഡ്സ് എന്നുള്ള രീതിയിൽ മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. ഇഗ്നോർ ദാറ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഇസ് അഫിലിയേറ്റ് മോഡൽ. ബാക്കിയുള്ള അഫിലിയേറ്റ് മോഡൽ, എന്തെങ്കിലും ഒരു കമ്പനി ആണെങ്കിൽ അഫിലിയേറ്റ് മോഡൽ എന്താ ഉണ്ടാവുക, നിങ്ങളുടെ പർച്ചേസിന്റെ ഒരു 5%, 10% ആ ക്രിയേറ്ററിന് കിട്ടുന്ന രീതിയിലാണ് അഫിലിയേറ്റ് മോഡൽ വർക്ക് ചെയ്യുക. ഈ അഫിലിയേറ്റ് മോഡൽ അങ്ങനെയേ അല്ല. ബിനോമോയുടെ ഒളിം ട്രേഡിൽ ഇരുന്ന അഫിലിയേറ്റ് മോഡൽ അങ്ങനെയേ അല്ല. ഇവരുടെ മോഡൽ ആക്ച്വലി ക്ലെയിം ചെയ്യുന്നത് നിങ്ങൾ ആസ് എ ക്രിയേറ്റർ നിങ്ങൾക്ക് 80% പ്രോഫിറ്റ് ഷെയർ കിട്ടും. പക്ഷെ അപ്പോഴുള്ള ഡൗട്ട്, എന്തിന്റെ 80% കിട്ടുക? ഈ ഫോളോവേഴ്സ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ 80% ആണോ കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് ഈ കസ്റ്റമേഴ്സ്, അതായത് നമ്മൾ റെഫർ ചെയ്ത് വരുന്ന നമ്മളെപ്പോലത്തെ ആൾക്കാർ ട്രേഡ് ചെയ്ത് ലൂസ് ചെയ്യുന്ന കാശിന്റെ 80% ആണ് ക്രിയേറ്ററിന് കിട്ടുക, ഇൻഫ്ലുവൻസറിന് കിട്ടുക. ബാക്കി 20% ബിനോമോ എന്ന് പറഞ്ഞാൽ ആ ആപ്പ് അവരെടുക്കും. അതായത് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ, ജേബുൾജെറ്റ് എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ, അതായത് മില്യൺസിൽ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർ വരെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു അലീഡ് പാർട്ട്ണർ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ജേബുൾജെറ്റിന്റെ വീഡിയോ കണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഒരു 10,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി ഇവരുടെ മോഡൽ എന്തായാലും കാശ് കളയും ഇൻ ദ ലോങ് റൺ. ചെറിയ ഷോർട്ട് റണ്ണിൽ പോലും കാശ് കളഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ ആ 10,000 ലോസ് ആയി പോയി, 0 ആയി. ഈ 10,000ത്തിൽ 80%, 8,000 രൂപ അത് ഈ ക്രിയേറ്ററിനാണ് പോകുന്നത്. 2,000 രൂപ മാത്രമാണ് ബിനോമോ ആപ്പിന് പോകുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. വേറൊരു പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കാം. ഈ ക്രിയേറ്റേഴ്സ്, ഇതുപോലത്തെ ജേബുൾജെറ്റ് പോലത്തെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സിന് കുറെ ബ്രാൻഡ്സ് കാശ് തരാണ്ടാവും. പിന്നെ എന്തിനാണ് ഇതിന്റെ പിറകെ നടക്കുന്നത് എന്നല്ല നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ ഇടയിൽ 2 കാരണം. ഒന്ന്, മിസ്ഇൻഫോംഡ് ആയിരിക്കും, അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിന്റെ 80% കിട്ടുക. 2, അറിഞ്ഞുകൊണ്ടും ആൾക്കാരെ പറ്റിക്കാണ്. അപ്പൊ പണി കിട്ടുന്ന ആർക്കാം? നമ്മളെ പോലെ സാധാരണക്കാര് ഫോളോവേഴ്സ് ഇത് കണ്ട് ഡൗൺലോഡ് ചെയ്ത്, അതായത് ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് പാർട്ട്നേഴ്സിന്റെ മോഡസ് ഓപ്പറാൻഡി തന്നെ വെറുതെ ആഡ്സ് ചെയ്യുക മാത്രമല്ല, ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഇവരെന്നെ ലൈവ് കോൾസ് തരും. ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ലൈവ് കോൾസ് തന്നിട്ട് ട്രേഡ് ബെറ്റിംഗ് ഒക്കെ എടുക്കാൻ പറയും. എന്നിട്ട് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് വേയില് പൈസ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് പോലും ഇങ്ങനത്തെ ഒരു സ്കാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് പറയുന്നതിന് നിങ്ങൾ എന്തായാലും ഒരു സബ്സ്ക്രൈബും ലൈക്കും എന്തായാലും ബന്ധായാൽ, അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ കൂടുതൽ ഓപ്പണിംഗ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. സോ ഈ ബിനോമോ, ഒളിം ട്രേഡ് പോലത്തെ ആപ്പുകളുടെ, ബൈനറി ട്രേഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളുടെ ബിസിനസ് മോഡൽ തന്നെ ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് സ്കാം ചെയ്യാം. അതിന് ഇതുപോലത്തെ കുറെ ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സും കൂടെ നിൽക്കുന്നത്. എനിക്കൊരു പ്രൊമോഷൻ കോൾ വന്നായിരുന്നു. ഇവരുടെ കമ്പനീസ് പോലും ഇന്ത്യയിൽ എൻറ്റിറ്റി ഒരു ഓഫീസും ഒരു പ്രോഗ്രാം ഒന്നുപോലില്ല, വെറും ആഡ്സ് റൺ ചെയ്യാൻ മാത്രമാണ് ഇന്ത്യയിൽ. എനിക്ക് വന്ന കോൾസ് അതും ഈ ഒരു ഇന്റർനെറ്റ് നമ്പറിലൂടെ വന്ന്, ഇമെയിലിലൂടെ മെയിൽ അയച്ച് ഒരു ഇന്റർനെറ്റ് നമ്പറിലാണ് കോൾ വിളിച്ച് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത്.
ഇവർ പറഞ്ഞപ്പോഴാണ് ഇത്രയും മലയാളത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് വരെ ഇവരുടെ കൂടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ഞാൻ അറിയുന്നത്. ഇനി കുറെ പേര് ക്ലെയിം ചെയ്യും ഞാൻ കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഗ്ലിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയും ബൈനറി ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഇവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, ഇവർ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ഹിന്ദിയിൽ കുറെ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ട്രേഡിംഗ് ക്രിയേറ്റേഴ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇവർ അക്കൗണ്ട് ഒരു കാരണമില്ലാണ്ട് ബ്ലോക്ക് ആക്കുന്ന കാര്യം. ഇതാണെങ്കിൽ നമുക്ക് ആരോടും പറയാനും പറ്റില്ല. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കേഴ്സായി അപ്സ്റ്റോക്സ്, സെറോദ, ഏഞ്ചൽ വൺ ഇവരെന്തെങ്കിലും ഒരു ചെറിയ ഗ്ലിച്ച് ചെയ്താൽ പോലും നമുക്ക് സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ നമുക്ക് ഈസിലി കോൺടാക്ട് ചെയ്ത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ഇവരുടെ ഇങ്ങനെ ഒരു സ്കീമും ഇല്ല, ഇന്ത്യയിൽ ഇത് പ്രോപ്പർ ലീഗൽ ഇല്ല, ഒരു ഗ്രേ ഏരിയ ആണ്. സോ ബൈനറി ട്രേഡിംഗ്, ബൈനറി ബെറ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു ഇല്ലീഗൽ സാധനമാണ്, ഒരു ട്രേഡിംഗ് ഇൻസ്ട്രുമെന്റേ അല്ല. ഫോറക്സ് ട്രേഡിംഗ് ഈസ് ലീഗൽ, പക്ഷേ ഓൾ ദീസ് ബ്രോക്കേഴ്സ് ആർ സ്കാംസ്റ്റേഴ്സ്. കാരണം ഇന്ത്യയിൽ ആകെ ഒരേ ഒരു സെബി രജിസ്റ്റേർഡ് ആയ സെബി റെഗുലേറ്റഡ് ഫോറക്സ് ബ്രോക്കർ ഉള്ളൂ, ദാറ്റ് ഈസ് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ്. ഇതിലും ലെവറേജ് അലൗഡേ അല്ല. മിനിമം നിങ്ങൾക്ക് ലക്ഷങ്ങൾ രൂപ ഉണ്ടെങ്കിൽ ഒരു ട്രേഡ് പോലും എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ $1 വെച്ച് ട്രേഡ് എടുക്കുക? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആക്ച്വലി ഒരു ട്രാപ്പ് അല്ലേ, എന്നിട്ട് ഇത്രയും ആൾക്കാർ എങ്ങനെ ഇതിൽ വീഴുന്നത്? പ്രൊഫഷണൽ ആയി വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അത് കുറേ കാശ് മുടക്കി ആഡ്സ് റൺ ചെയ്യുക, എന്നിട്ട് മില്യൺസ് ഓഫ് വീഡിയോസ് അവരുടെ ഈ ഒക്ടാഫെക്സിന്റെ ഇതുപോലത്തെ യൂട്യൂബ് ചാനൽസുകളിൽ വരുത്തുക, എന്നിട്ട് വെബിനാർസുകൾ വെറുതെ അങ്ങ് ഷൂട്ട് ചെയ്ത് വിടുക, എന്നിട്ട് പറയും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 15 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാം. നമ്മളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ട് അദാനി നമ്മുടെ കയ്യിൽ നിന്ന് കടം ചോദിച്ചു തരുന്ന സ്വപ്നം കണ്ടാണ്ട് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ആ കമ്പനിയും കാശുണ്ടാക്കും, നമ്മൾ റെഫർ ചെയ്ത ചില ക്രിയേറ്റേഴ്സും കാശുണ്ടാക്കിക്കൊണ്ടേ നിൽക്കും. RBI also want to stay away from 34 such forex trading apps without license under FEMA Act 1999. Olimtrade, ബിനോമോ, ഒക്ടാഫെക്സ് ഒക്കെ ഈ ലിസ്റ്റിൽ വരുന്നതാണ്. സോ ഇങ്ങനെ സ്കാമുകളിൽ പോയി കണ്ടറിഞ്ഞ് കാശ് കളയുന്നതിലേറെ നല്ല ലെജിറ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചിട്ട് നമുക്ക് ഭാവിയിലേക്ക് SIP വരെയെങ്കിലും ചെയ്യാം. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് അപ്സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്സ്റ്റോക്സിലാണെങ്കിൽ 5 പൈസ ഇല്ലാണ്ട് ഫ്രീ അക്കൗണ്ട് ഓപ്പണിംഗും ആണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 4-5 ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്. ഒന്ന് മ്യൂച്വൽ ഫണ്ട്, നമ്മളായിട്ട് കാശ് ഇടണ്ട, നമ്മൾ കാശിട്ട് SIP ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഫണ്ട് മാനേജർ ഇഷ്ടമുള്ള സ്റ്റോക്സിൽ റെഗുലേറ്റഡ് ആയിട്ട് റൂൾ ബേസ്ഡ് ആയിട്ട് സ്റ്റോക്സിലിട്ട് അവർ റിട്ടേൺ ഉണ്ടാക്കി തരും. സെക്കൻഡ് ഇൻസ്ട്രുമെന്റ്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇക്വിറ്റി ഡെലിവറി ട്രേഡിംഗ്. അതായത് നമ്മൾ ഇന്ന് ആക്ച്വലി കാശ് കൊടുത്ത് ആ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയി വാങ്ങി വെക്കുന്നു. നാളെ മുതൽ എത്ര കാലം വരെ വേണമെങ്കിലും നമുക്കത് സെല് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ മാർക്കറ്റ് ഹൗസിൽ എപ്പോൾ വേണമെങ്കിലും സെല് ചെയ്യാം. അതായത് ഇതിന് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്നും പറയും. അതായത് ഇതിൽ റിസ്ക് വെരി ലോ ആണ്. കാരണം ഒരു സ്റ്റോക്ക് ഒരു ദിവസം മാക്സിമം 20% വീഴാൻ പറ്റുള്ളൂ. അതും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 2-3 സ്റ്റോക്ക് മിനിമം എങ്കിലും ഉണ്ടാവില്ലേ. അപ്പോൾ ടെക്നിക്കലി നോക്കുമ്പോൾ ടോട്ടലി ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ 5 to 7 to 10% മാത്രമേ ഒരു ദിവസം വീഴുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും ലോ റിസ്ക് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഇൻട്രാഡേ ഇക്വിറ്റി ട്രേഡിംഗ്. അതായത് നമ്മൾ വാങ്ങി വെക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളിൽ ചില സ്റ്റോക്കുകൾക്ക് ലിസ്റ്റഡ് നല്ല ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കുകൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ സെല് ചെയ്യുക. അതിൽ ലെവറേജ് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അതിൽ 10,000 രൂപ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരു 20,000-30,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങുന്ന തരത്തിലുള്ള ട്രേഡുകൾ എടുക്കാൻ പറ്റും. അതായത് ഇതിൽ റിസ്ക് കൂടുതലാണ്. 1% ചേഞ്ച്, ഒരു സ്റ്റോക്കിൽ ഒരു 1% ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 5 to 10% വരെ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ലോസ് ആവാനും ചാൻസ് ഉണ്ട്. അതായത് 1% പ്രോഫിറ്റ് ആണ്, 5-10% പ്രോഫിറ്റ് ആവും. ഇത് പ്യുവർ ടെക്നിക്കൽ ചാർട്ട് സ്പെക്യുലേഷൻ ആണ്, അല്ലെങ്കിൽ ന്യൂസ് ബേസ്ഡ് സ്പെക്യുലേഷനിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. നൗ തേർഡ് വൺ ഇസ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇത് കോൺട്രാക്ട്സ് ആണ്. അത് സ്റ്റോക്കുകളുടെ വളരെ കുറഞ്ഞ 100-200-300 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നിഫ്റ്റിയുടെ, ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ആവാം. ഇതിലൊക്കെ ട്രേഡ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ കുടുംബം വിറ്റ് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഞാൻ പേഴ്സണലി കഴിഞ്ഞ 3 വർഷം കൊണ്ട് 80,000 വരെ ഞാൻ ലോസ് F&Oയിൽ ഓപ്ഷൻ ബൈയിങ്ങിലൂടെ കളഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നമല്ല. ഒരു ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ പ്രോഫിറ്റബിൾ സ്ട്രാറ്റജി അറിഞ്ഞിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ മിനിമം 10 ലക്ഷം ക്യാപിറ്റലെങ്കിലും ആണ്. പറ്റും, 10,000 വെച്ച് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ മിനിമം ലോവസ്റ്റ് ക്യാപിറ്റൽ കൊണ്ട് ഈസ് നിയർലി ഇമ്പോസിബിൾ. ഞാൻ ഇത്രയും 80,000 കളയാനുള്ള കാരണം എനിക്കെല്ലാം ട്രൈ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ, എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഥവാ ബിരിയാണി കിട്ടിയാലോ? എനിക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടിയാൽ അത്രയും നല്ലത്. സോ ഞാനിപ്പോ എന്റെ ബ്രോക്കറിലെ F&O അക്കൗണ്ട് ക്ലോസ് ചെയ്തു. കാരണം നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ തോന്നുന്നത്.
ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിന്റെ ഫ്രീ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്. ജോലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ F&O അക്കൗണ്ട് ഓപ്പൺ ചെയ്യരുത്, അതായത് ഇക്വിറ്റിയുടെ നോർമൽ ആക്കുക. ഇനി സ്റ്റുഡന്റ് ആണെങ്കിൽ F&O ഓപ്പൺ ആക്കിയാലും കുഴപ്പമില്ല, കയ്യിൽ കാശില്ലല്ലോ. ജോലി ഉള്ളവരെ F&O അക്കൗണ്ട് ഓപ്പൺ ആക്കരുത് എന്ന് പറയാൻ കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് കൂടുമ്പോഴാണ് നമുക്കിങ്ങനെ ഗാമ്പിൾ ചെയ്യാനും നമുക്കിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യാനും തോന്നുക. സ്വന്തം ഹാർഡ് ഏൺഡ് മണി വെച്ച് ഇത് ചെയ്യാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. F&Oയിലേക്ക് ഇറങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിലേക്ക് ഇൻവെസ്റ്റിംഗിലോട്ട് ഇറങ്ങുന്ന ആളാണെങ്കിൽ പോലും ഒരു റൂൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ തരക്കേടിലാണ് ജീവിച്ചു പോവാം. കടം വാങ്ങിയോ ബാക്കിയുള്ളവരുടെ കാശ് വാങ്ങിയിട്ടോ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ നിൽക്കരുത്. അതായത് എന്നാൽ നിങ്ങൾക്ക് നഷ്ടം നിങ്ങളുടെ കാശ് മാത്രമാണ്. നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാശ് പോകുമ്പോഴാണ് സൂയിസൈഡ് ചെയ്യാനും അധഗതി ചിന്താഗതികളൊക്കെ വരുന്നത്. ഫോർത്ത്, ട്രേഡ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്രിപ്റ്റോ. ക്രിപ്റ്റോയിൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറ്റും. അതായത് നിങ്ങൾ ക്രിപ്റ്റോ വാങ്ങിയിടുക, ഡേ ട്രേഡും ചെയ്യാൻ പറ്റും. ഡേ ട്രേഡ് ചെയ്യാനാണെങ്കിൽ വേറെ കുറെ ബ്രോക്കേഴ്സ് വേണം, അതിൽ നല്ല ചാർജസ് ഉണ്ട്. അതും നല്ല 10-20 ലക്ഷം ക്യാപിറ്റൽ ഉള്ളവർക്കേ പ്രോപ്പർലി ചെയ്യാൻ പറ്റുള്ളൂ, അതും പണി അറിഞ്ഞാൽ പോലും. പക്ഷേ ക്രിപ്റ്റോയിൽ ഏറ്റവും വലിയ റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ പോലും ആ ഒരു ക്രിപ്റ്റോ 100% സീറോയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് സെബി റെഗുലേറ്റഡ് ആയതുകൊണ്ട് 20% ആണ് മാക്സിമം ഒരു സ്റ്റോക്കിന് വീഴാൻ പറ്റുക. F&O സ്റ്റോക്സ് ആണെങ്കിൽ അതിലേറെയും വീഴാൻ ചാൻസ് ഉണ്ട്, പക്ഷെ വെരി റയർ ആണ് ആ ഒരു സംഭവം. ഇനി ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇതുപോലത്തെ ആപ്പുകളിലും ഇതുപോലത്തെ സ്കാമുകളിലും ഓൺലൈൻ ട്രേഡ്, ബിനോമോ പോലത്തെ സ്കാമുകളിലേക്ക് നിങ്ങൾ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോട്ടറി അടിക്കാൻ പറ്റും. അതിന് IPO എന്നാണ് പറയാ. IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആദ്യമായിട്ട് വന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് IPO എന്ന് പറയാം. അപ്പൊ നമുക്ക് ബ്രോക്കേഴ്സിന്റെ ആപ്പ് വഴി IPOക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ IPO അലോട്ട് ആയി കഴിഞ്ഞാൽ നല്ല ഫിനാൻഷ്യൽസ് ഉള്ള കമ്പനി ആണെങ്കിൽ, നല്ല ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉള്ള കമ്പനി ആണെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ ലിസ്റ്റ് ആവാൻ പറ്റും. 200-ൽ ഒരാൾക്കൊക്കെയാണ് ഈ ലോട്ടറി കിട്ടുക. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടാറ്റ ടെക്നോളജീസിന്റെ ലോട്ടറി, അതായത് IPO എനിക്ക് കിട്ടിയിട്ടുണ്ട്. 170% ആണെങ്കിൽ 10,000 ഇടാൻ പറ്റുള്ളൂ. ഒരു മിനിമം മാക്സിമം ലിമിറ്റ് വരെയുണ്ട്. 15,000 ഇട്ട് എനിക്ക് 18-20 അങ്ങനെ എന്തോ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ IPO വഴിയും നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു 15,000-30,000 അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല IPO വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമന്റ് ചെയ്യാം. IPO ഇടാനും നിങ്ങൾക്ക് ബ്രോക്കർ വേണം. ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിന്റെ ലിങ്ക് ഉണ്ട്. ഫ്രീ അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് എന്തായാലും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് IPOക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇതുപോലത്തെ സ്കാമുകളിലൊന്നും പെടാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലൈക്കും ചെയ്താൽ സോർട്ടഡ് ആണ്. ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും. സോ ആസ് എ കൺക്ലൂഷൻ, നിങ്ങൾ ഇതുപോലത്തെ ഓൺലൈൻ ട്രേഡ്, ബിനോമോ പോലത്തെ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിലുള്ള കാശ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യുക. ചിലപ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും നിങ്ങൾ വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ദയവ് ചെയ്ത് കാശ് ഇൻവോൾവ് ആയ സ്ഥലത്തെങ്കിലും ക്വാളിഫൈഡ് അല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സും പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എല്ലാം കേൾക്കാം, എന്നിട്ട് ബുദ്ധി പോലെ തീരുമാനങ്ങൾ എടുക്കാം. That's all guys. Thank you so much for watching. Let's meet in another session. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ സ്കാമുകളിലൊന്നും ആരും പെടാണ്ട് നോക്കുക.